ഇനി ഞാൻ ഈ ഫുഡിന്റെ ഈ സെക്ഷൻ അതിലേക്ക് കടക്കുമ്പോൾ എനിക്ക് മെയിൻ ആയിട്ടുണ്ടായിരുന്നത് 100% പ്യൂറായിട്ടും ഹെൽത്തി ആയിട്ടുള്ള പ്രോഡക്ട്സ് നാട്ടുകാർക്ക് കൊടുക്കുക എന്നുള്ള ചിന്തയായിരുന്നു. അപ്പൊ അങ്ങനെ ഞാനിത് 6 കൊല്ലം മുമ്പാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല ബിസിനസ്സോടെ നടന്നു പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ ഫ്ലോർ മില്ലിന്റെ ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഒരു 2 വർഷത്തിന് ശേഷം ഞാൻ മില്ലറ്റ്സ് സ്റ്റാർട്ട് ചെയ്തു. മില്ലറ്റ്സ് തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്. നമുക്ക് റൈസിന്റെ പുട്ടുപൊടിയേക്കാൾ കൂടുതൽ നമ്മുടെ മൾട്ടി മില്ലറ്റ് ആയിട്ടുള്ള പുട്ടുപൊടി, അതിനാണ് ഇപ്പൊ നമുക്ക് ചെലവ് കൂടുതൽ. അപ്പൊ എന്റെ ഒരു കാഴ്ചപ്രകാരം നമ്മുടെ നാട്ടുകാർ ഹെൽത്തി ആയിട്ടുള്ള പ്രോഡക്ട്സിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോ അതിന്റെ ഒരു ഭാഗമായിട്ട് ഞാനിപ്പോ ഒരു പുതിയ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാണ്, മൈക്രോ ഗ്രീൻസ് എന്ന് പറഞ്ഞിട്ട്. അതായത് മൈക്രോ ഗ്രീൻസ് സീഡ്സ് മുളപ്പിച്ചിട്ട് അതൊരു 7-8 ദിവസം പാകമാകുമ്പോൾ കൾട്ടിവേറ്റ് ചെയ്ത് അതൊരു പ്രോഡക്റ്റ് ആയിട്ട് നമ്മൾ മാർക്കറ്റിലേക്ക് ഇറക്കാനുള്ള ഒരു പദ്ധതിയാണ്. അപ്പൊ അതിനൊരു ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കിട്ടാൻ വേണ്ടി കൂടിയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിപ്പോ ഒരു എറണാകുളം ബേസ്ഡ് ആയിട്ടുള്ള ഒരു സൂപ്പർ മാർക്കറ്റ്, ഒരു 20ഓളം ഔട്ട്ലെറ്റ് ഉള്ള ഒരു സൂപ്പർ മാർക്കറ്റ് നമ്മുടെ ന്യൂഡിൽസും പിന്നെ മറ്റു പ്രോഡക്ട്സുകളും എടുക്കാനായിട്ട് അവർ റെഡി ആയിട്ടുണ്ട്. അപ്പൊ അവർക്കും കൂടി സപ്ലൈ ചെയ്യാൻ പാകത്തിന് നമുക്കൊരു ബിസിനസ് എക്സ്പാൻഷനും കൂടി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു 2 കാര്യം മുൻ കണ്ടുകൊണ്ടാണ് ഞാനിപ്പോ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ അതിന് എനിക്ക് പ്രതീക്ഷിക്കുന്ന ഫിനാൻസും അസിസ്റ്റൻസും കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത്രേ ഉള്ളൂ. താങ്ക് യു.